ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു ഭൂശാസ്ത്ര പ്രദേശത്താണ് നാം താമസിക്കുന്നത്. പക്ഷേ നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും ഭൂമിയും സൂര്യനും അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ടും മഴയുടെ രീതികൾ കൊണ്ടുമൊക്കെ നമുക്ക് വർഷം മുഴുവൻ മഴയില്ല. അതുകൊണ്ട് തന്നെ 2 മാസക്കാലം, പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസം 3 മാസക്കാലം നമുക്ക് വരൾച്ചയാണ്. ഈ വരൾച്ചയെ പ്രതിരോധിക്കുവാനും നമുക്കാവശ്യമായ വെള്ളം പ്രകൃതിയുടെ വരദാനമായി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പുരപ്പുറത്ത് വന്ന് വീഴുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 1.5 കോടിയിലധികം വീടുകളുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ഓടിട്ടതോ ടെറസ് വീടോ ആണ്. ആ വീടുകളുടെ പുരപ്പുറത്ത് ധാരാളമായി മഴവെള്ളം വന്നു വീഴുന്നുണ്ട്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ളൊരു പുരപ്പുറത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ മഴയാണ് ഓരോ വർഷവും കേരളത്തിൽ പെയ്തൊഴിയുന്നത്. ഇവയിലൊരു ചെറിയ ശതമാനം, 10% മാത്രം നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ ജലക്ഷാമം പരിഹരിക്കാം. ഈ കിണറുകളുള്ള വീടുകളാണെങ്കിൽ ആ മഴവെള്ളത്തെ ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് കൊണ്ടുകൊടുക്കാം. കുളങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ, അത് സ്ഥാപനങ്ങളായാലും വീടുകളായാലും കുളങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ മഴവെള്ളത്തെ ശുദ്ധീകരിച്ച് മണ്ണിലൂടെയും അല്ലാതെയും കുളങ്ങളിലേക്ക് കടത്തിവിടാം. അങ്ങനെ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയും കരുതലോടെ കരുതാം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം നഗരത്തിന് പട്ടത്തിന് സമീപമുള്ള മുട്ടട എന്ന സ്ഥലത്തെ അമ്മ വീട് എന്ന 5 സെൻറ്റ് പുരയിടം മാത്രമുള്ള ഒരു വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഹരിത ഭവനത്തിൻ്റെ ഭാഗമായുള്ള മഴവെള്ള സംഭരണിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്. ജലക്ഷാമം ഉണ്ടാകുന്ന സമയത്ത്, പൈപ്പ് വാട്ടർ സപ്ലൈ നിൽക്കുന്ന സമയത്ത്, അല്ലാത്ത പല സമയങ്ങൾ, അതുപോലെ വീട്ടിലെ ചെറുതെങ്കിലുമുള്ള കൃഷി പരിപാടികൾക്ക്, ചെടികൾക്ക്, വാഹനങ്ങൾ കഴുകുന്നതിന്, എല്ലാ ആവശ്യങ്ങൾക്കും മഴവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ എന്തെങ്കിലും പൈപ്പ് പ്രശ്നമൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഈ മഴവെള്ള സംഭരണ ജലമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. വലിയ പ്രതിസന്ധി വന്നു പോയാലും കരുതൽ എന്നുള്ള നിലയിൽ 10,000-ഓളം ലിറ്റർ മഴവെള്ളമാണ് ഈ വീട്ടിൻ്റെ ടെറസിൻ്റെ പുരപ്പുറത്ത് നിന്ന്, ടെറസിൽ നിന്ന് സംഭരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ടുള്ള ഒന്നാമത്തെ എന്ന് പറയുന്ന ഘടകം പുരപ്പുറം അഥവാ മേൽക്കൂര എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ്. 2 നില വീടാണ്. 2 തട്ടിലായിട്ടാണ് ഇതിൻ്റെ ടെറസ് ഉള്ളത്. ഏറ്റവും മുകളിലത്തെ ടെറസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വീഴുന്ന മഴവെള്ളത്തെ തൊട്ട് താഴത്തെ ടെറസിലേക്ക് പൈപ്പുകളുടെ സഹായത്താൽ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ടെറസിലെ വെള്ളം ഈ ടെറസിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്ന ഈ പൈപ്പിലൂടെയാണ് തൊട്ട് താഴത്തെ ടെറസിലേക്ക് വീഴുന്നത്. അവിടെ നിന്ന് വീണ്ടും ഡൗൺ പൈപ്പുകളിലൂടെയാണ് താഴേക്ക് മഴവെള്ളത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടെറസാണ്, അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടത്തിൻ്റെ പുരപ്പുറമാണ്, ചരിഞ്ഞ പുരപ്പുറമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വേണ്ടത് ഡൗൺ പൈപ്പുകളാണ്. താഴേക്ക് വെള്ളം കൊണ്ടുപോകാൻ ടെറസ് വീടുകളാണെങ്കിൽ അവിടെ തന്നെ പൈപ്പുകളും കാണാൻ സാധ്യതയുണ്ട്. 2ാമത്തെ നിലയിലെ ടെറസിലാണ് നമ്മൾ ആദ്യം നിന്നത്. ആ ടെറസിൽ വീഴുന്ന മഴവെള്ളം ഈ പൈപ്പിലൂടെ ഈ ടെറസിലെത്തും. ഈ ടെറസിലെത്തി കഴിയുമ്പോൾ ഈ ടെറസിലുള്ള മഴവെള്ളവും കൂടി ചേർന്ന് തീർച്ചയായും അതിൻ്റെയും ഡൗൺ പൈപ്പായി വച്ചിരിക്കുന്ന പൈപ്പിലൂടെ താഴേക്ക് പോകും. രണ്ടാമത്തെ ടെറസിൽ നിന്നുള്ള ഏറ്റവും മുകളിലത്തെ ടെറസിലെ വെള്ളം നമ്മളൊരു പൈപ്പ് വഴി താഴേക്ക് കൊണ്ടുവന്നു. ഒന്നാമത്തെ നിലയിൽ നിന്ന് വീണ്ടും പൈപ്പ് വഴി വരുന്നുണ്ട്. ആ പൈപ്പ് വഴി വരുന്ന വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈവേർഷൻ പൈപ്പിലൂടെയാണ് മഴവെള്ളം സംഭരണിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഈ പോകുന്നതിന് മുമ്പ് ടെറസിലെ അഴുക്കുകളോ പൊടിപടലങ്ങളോ ഉണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടി ഒരു ഫസ്റ്റ് ഫ്ലഡ് സംവിധാനം വെച്ചിട്ടുണ്ട്. ഈ പൈപ്പ് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ആദ്യത്തെ മഴവെള്ളമെല്ലാം നേരിട്ട് ടാങ്കിൽ പോകാതെ പുറത്തേക്ക് പോകും. 1, 2, 3 മഴ കഴിയുമ്പോൾ ടെറസ് വൃത്തിയായി നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഭൂമിയിലേക്ക് പോകില്ല. മുഴുവെള്ളവും നേരെ ടാങ്കിലേക്ക് പോകും. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞു, ടെറസ് അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടത്തിൻ്റെ മേൽക്കൂര, പുരപ്പുറം. 2ാമത്തെ കമ്പോണൻറ്റ് കൊണ്ടുവരുന്ന പൈപ്പ്. 3ാമത്തെ കമ്പോണൻറ്റ് ഫസ്റ്റ് ഫ്ലഷ്. ചില സ്ഥലങ്ങളിൽ ഈ രീതിക്ക് പകരം ഇവിടെ ഒരു ടാപ്പ് വച്ചേക്കും, ഒരു ടീ ടാപ്പ് വച്ചേക്കും. ആ ടീ ടാപ്പ് തുറന്നാലും മഴവെള്ളം താഴേക്ക് പോകും. എപ്പോഴാണോ ടീ ടാപ്പ് ക്ലോസ് ചെയ്യുന്നത്, ആ സമയത്ത് അടയ്ക്കുന്നത്, ആ സമയത്ത് സംഭരണിയിലേക്ക് മഴവെള്ളം പോകും. മുകളിൽ നിന്ന് വരുന്ന പൈപ്പ് ഞാൻ ഈ തൊട്ടിരിക്കുന്ന ഫിൽട്ടർ യൂണിറ്റിലേക്കാണ് ആദ്യം മഴവെള്ളം വീഴുന്നത്. ഈ ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഏറ്റവും താഴെ ചല്ലിയാണ്, 3/4 ഇഞ്ച് ചല്ലി മെറ്റലാണ് നിറച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് മണലുണ്ട്, പിന്നെ മെറ്റലുണ്ട്, അതുപോലെ ചിരട്ടക്കരിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മെറ്റൽ ഇട്ടിട്ടുണ്ട്.
കുറേ ഭാഗം ഫ്രീ ആയിട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ ഫ്രീ ആയിട്ടിട്ടിരിക്കുന്നത് ചോദിച്ചാൽ, മഴവെള്ളം വന്ന് കുറച്ച് സമയം ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ നിന്നിട്ട് താഴേക്ക് ഇറങ്ങാനാണ്. എന്തെങ്കിലും പൊടിപടലങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും മുകളിൽ കിടക്കുന്ന മെറ്റലിൽ കിടക്കും. മെറ്റൽ കഴിഞ്ഞാൽ ചിരട്ടക്കരിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം എന്തിനാണെന്ന് ചോദിച്ചാൽ, അന്തരീക്ഷത്തിലെ കാർബണെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ എന്നൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ മണലിലേക്ക് ഇറങ്ങും. മണലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി മൈനർ പാർട്ടിക്കിൾസ് എല്ലാം അല്ലെങ്കിൽ സൂക്ഷ്മ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അരിക്കാനാണ് മണലിലൂടെ. പിന്നെ ഒരു ഫ്രീ ഫ്ലോ, സ്വതന്ത്രമായി വെള്ളം പോകുന്നതിന് വേണ്ടി, വേഗത കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റൽ വീണ്ടും 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ മെറ്റൽ, അത് അതിൻ്റെ തൊട്ടുമുകളിൽ മണൽ, പിന്നെ ചാർക്കോൾ അല്ലെങ്കിൽ ചിരട്ടക്കരി. നമ്മുടെ ചിരട്ട വാങ്ങി വീട്ടിലുള്ള ചിരട്ട എടുത്ത് 10, 100, 200 ചിരട്ട എടുത്ത് ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ചിരട്ട എടുത്ത് കരിച്ചെടുത്താൽ മതി. നന്നായിട്ട് കരിക്കരുത്. ഒരു നമ്മളെ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ കരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കരിച്ചെടുത്ത് ഇതിനകത്ത് ഈ ചിരട്ടക്കരി ഇടണം. മുകളിൽ മണലിട്ടതിന് ശേഷം മെറ്റൽ ഇട്ടാലും കുഴപ്പമില്ല, മെറ്റൽ മാത്രം ഇട്ടാലും കുഴപ്പമില്ല. അതിനകത്തെ കൂടെയാണ് മഴവെള്ളം ഇതിനകത്ത് വീഴുന്നത്. പിന്നെ ഇവിടെ ഇതൊരു മാൻഹോൾ പോലെയുണ്ട്. ഈ മാൻഹോൾ കാണിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതിനകത്തുകൂടി നമുക്ക് വല്ലപ്പോഴും ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ വെക്കണം. ഇതിപ്പോൾ ഭൂമിയുടെ മുകളിൽ കുറച്ച് ഭാഗം ഭൂമിക്ക് മുകളിലാണ്, കുറച്ച് ഭാഗം, കൂടുതൽ ഭാഗവും ഭൂമിക്കടിയിലാണ്. അതേസമയം നമുക്ക് ഇതേ സംഭരണിയെ തന്നെ സമ്പൂർണ്ണമായി ഭൂമിക്കടിയിൽ പണിയാം. സമ്പൂർണ്ണമായി ഭൂമിക്കടിയിൽ പണിതാലോ ഇതുപോലെ ഭാഗികമായി ഭൂമിക്കടിയിലും ഭൂമിയുടെ മുകളിലും കൂടെ പണിതാലോ മോട്ടർ വെച്ചിട്ടായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചിത്രം കാണിക്കാം. അല്ല എങ്കിൽ സമ്പൂർണ്ണമായി മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇതൊരു ടാങ്കാണ് സങ്കല്പിക്കുക. സമ്പൂർണ്ണമായി മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ടാപ്പ് വെച്ച് നമുക്ക് മുഴുവൻ വെള്ളം എടുക്കാം. അപ്പോൾ ഈ ടാങ്ക് സമ്പൂർണ്ണമായി ഭൂമിക്ക് മുകളിലാണ് നിന്നിരുന്നതെങ്കിൽ ടാങ്കിൻ്റെ ഏറ്റവും താഴെ വശത്ത് പൈപ്പ് വെച്ചിട്ട് നമുക്കതിൽ നിന്ന് വെള്ളം എടുക്കാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനല്ല. പകുതിയിലധികം ഭാഗം, ഒരു 3/4 ഭാഗത്തോളം താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ മഴവെള്ളം താഴേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം നമുക്ക് എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഈ മെയിൻ ഹോൾ, വലിയ ഹോൾ കിടക്കുന്ന സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വെള്ളം കോരിയെടുക്കാം. അല്ല എങ്കിൽ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോട്ടർ വെച്ചടിച്ച് മറ്റ് മുകളിലത്തെ ടെറസിൽ വെക്കുന്ന ടാങ്കിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് നമുക്ക് പൈപ്പ് വഴി, ഓസ് വഴി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, നമുക്കൊരു ടെറസ് വീടോ ഓടിട്ട വീടോ ആവശ്യമുണ്ട്. ഡൗൺ പൈപ്പുകൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം വയ്ക്കണം. ചിരട്ടക്കരിയും അതുപോലെ തന്നെ മെറ്റലും മണലും ഉപയോഗിച്ചുള്ള ഒരു ഫിൽട്ടർ യൂണിറ്റ് ഉണ്ടാക്കണം. ഇനി ഇത് താഴേക്ക് സംഭരണി ഉണ്ടാക്കണം, ടാങ്ക് ഉണ്ടാക്കണം. ഫെറോ സിമൻറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ മെഷ്, നമ്മൾ കോഴിക്കോട് അടിക്കാൻ ഉപയോഗിക്കുന്ന ചിക്കൻ മെഷ്, കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുള്ള വെൽഡ് മെഷ്, മണൽ, സിമൻറ്റ്, ചുടുകല്ല് ഇതിനകത്ത് കെട്ടിയിട്ടില്ല. അതുള്ളൊരു പ്രത്യേക മോർട്ടർ സംവിധാനത്തിലാണ് ഇത് റൗണ്ടായി ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വെള്ളത്തിൻ്റെ പ്രഷർ സമ്മർദ്ദം എല്ലാ ഭാഗത്തും തുല്യമായി കൊടുക്കുന്നതിനാണ്. അതേസമയം ഭൂമിക്ക് അടിയിൽ പണിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചതുരമായും സ്ക്വയറായും വേണമെങ്കിൽ പണിയാം. അതിനകത്ത് പ്രശ്നമില്ല. ഇത് കാർ ഷെഡിൻ്റെ അടിയിൽ പണിയാം, പിന്നെ പൂന്തോട്ടത്തിലാണ് ഈ പണിയാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പണിയാം. ഒരു ടാങ്ക് വേണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഈ ടാങ്ക് 6 മാസത്തിലോ 1 വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ സൗകര്യം പോലെ നമ്മൾ കുടിവെള്ളം പോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഇടവേളകളിട്ട് നമ്മൾ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ ഈ ടാങ്കിലെ മെറ്റീരിയൽ, ഈ ഫിൽട്ടർ ടാങ്കിലെ മെറ്റീരിയലും ഒന്ന് മാറ്റേണ്ടതാണ്. ശരാശരി ഇത് മഴവെള്ള സംഭരണികൾ കേരളത്തിൽ പണിത് തുടങ്ങിയപ്പോൾ 2 രൂപ 1 ലിറ്ററിനാണ് പണിത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 10,000 ലിറ്ററിന് ഒരു 20,000 രൂപ ചിലവ്. ഇത് 14 ലിറ്ററോളം വരും. ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ല. ഒരു 6 എല്ലാത്തിനും വില കൂടി കുറേ വർഷമായി ഇത് പ്രചാരത്തിൽ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 6 രൂപ, ചില സ്ഥലങ്ങളിൽ 7 രൂപ വരെ, അത് 60,000 മുതൽ 70,000 രൂപ വരെ 14 ലിറ്ററിന് വാങ്ങും. പക്ഷേ ഒരു 20,000 30,000 ലിറ്റർ കൂടുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കുറഞ്ഞ് വരും. അങ്ങോട്ടും 1 ലക്ഷമൊക്കെ പണിയാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കുറഞ്ഞു വരും. ലിറ്ററിന് അത്രയും രൂപ ആകില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇത് പണിയുന്നതിന് ധാരാളം മേശരിമാരും മറ്റാളുകളൊക്കെ നാട്ടിലുണ്ട്. ഇത് ഗൗരവമായി ഇത് ചെയ്യാൻ പറ്റും. 6 മാസക്കാലത്തിലധികം ഈ വെള്ളം ഇതിനകത്ത് വർഷങ്ങളോളം സുരക്ഷിതമായി കിടക്കും. പക്ഷേ എങ്കിലും നമുക്ക് 2-3 മാസം മതിയല്ലോ. നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത്, മഴയുടെ പ്രശ്നമുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ള നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിലെ മഴവെള്ളം നമ്മൾ സംഭരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജൂൺ മുതലുള്ള മഴവെള്ളം സംഭരിച്ച് കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായി കിടക്കും. സൂര്യപ്രകാശം അടിക്കാതിരുന്നാൽ ഇതിനകത്ത് പായലും മറ്റു കാര്യങ്ങളൊന്നും കടക്കുകയില്ല. ചെറിയ എയർ, ഇതിപ്പോൾ ടാങ്കൊക്കെ ഈ പണിതിനകത്ത് മാൻ ഹോളൊക്കെ വയ്ക്കുമ്പോൾ ചെറുതായിട്ട് എയർ കിടക്കും, അത് വലിയൊരു വിഷയമല്ല. പക്ഷേ സൂര്യപ്രകാശം ശക്തമായി കിടക്കാതിരുന്നാൽ ഇതിനകത്ത് പായലൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ വളരെ അന്തരീക്ഷത്തിലെ ഏറ്റവും മനോഹരമായ സുന്ദരമായ വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം. അപ്പോൾ എല്ലാ വീടുകളിലും ഇത് പണിയുവാനുള്ള സാധ്യതയുണ്ട്. 10-14 ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി എല്ലാ വീടുകളിലും ഉണ്ടാക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിലേക്ക് വിളിക്കാം. കൃത്യമായി ഇതിനാവശ്യമായ ശാസ്ത്ര സാങ്കേതിക സഹായം തീർച്ചയായും ഏത് ഭാഗത്തു നിന്ന് ആര് വിളിച്ചാലും ഉണ്ടാകും. ഇത് വളരെ കൃത്യമായി നമുക്കിത് എല്ലാ വീടുകളിലും ചെയ്താൽ
നമുക്കൊരു ജലസുരക്ഷ നേടാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നഗരങ്ങളിലൊക്കെ വീട് വെക്കുമ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ഭൂമിയുടെ മുകളിലാണെങ്കിലും ഭൂമിക്ക് അടിയിൽ പണിതിട്ട് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പൈപ്പ് വാട്ടർ എടുക്കുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കാം. ഇത് ഒരു സ്ഥിര നിക്ഷേപം എന്നുള്ള നിലയിൽ ദീർഘകാലത്തിൽ വീണ്ടും ഒരുപാട് കാലം ഇത് വെള്ളം സ്ഥിരമായി എടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഒരു 10-15 അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതിൽ ചിലവാക്കിയിരിക്കുന്ന പൈസയും നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ വാട്ടർ ബില്ലും ഒക്കെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമാണ് ഉണ്ടാവുക. കുറഞ്ഞ് നമുക്ക് പണം ഒരുപാട് നമുക്ക് ലാഭിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. കാരണം ഇതിനകത്ത് എടുത്തുകൊണ്ടിരിക്കും വെള്ളം നമ്മൾ എടുക്കുകയല്ലേ, അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ചിലവൊക്കെ നമുക്ക് വരുന്നില്ല. ഒരു പ്രാവശ്യമൊക്കെ വരുന്നുള്ളൂ ചിലവ്. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എല്ലാ വീടുകളിലും മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. പ്രകൃതിയുടെ സുഹൃതമായ മഴയെ കരുതാം. കരുതലോടെ തന്നെ ഓരോ തുള്ളിയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജലക്ഷാമം ഒഴിവാക്കാം, ജലസുരക്ഷ നേടാം.